നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സന്ധ്യ രാധാകൃഷ്ണൻ. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിലെ ബസ് ജീവനക്കാരന്റെ അതിക്രമം. സ്കൂൾ വിദ്യാർത്ഥിനിയെ ബസ്സിൽ വെച്ച് ചുംബിച്ചു. ഇരിങ്ങാലക്കുട ബസ് സ്റ്റാൻഡിൽ വെച്ചാണ് സംഭവം. വല്ലച്ചിറ ചാത്തക്കുടം മനവഴി ഭാഗത്ത് പഞ്ചായത്ത് റോഡിൽ വൻതോതിൽ പ്ലാസ്റ്റിക് കവറുകളും പഴകിയ പലഹാരങ്ങളും വലിച്ചെറിഞ്ഞവരെ വല്ലച്ചിറ പഞ്ചായത്തിന്റെ ആരോഗ്യ വിഭാഗം പിടികൂടി. ചേനം തരിശുപടവിലെ 2023-24 വർഷത്തെ വാർഷിക പൊതുയോഗം നടന്നു. പൊതുയോഗത്തിൽ ചികിത്സാ ധനസഹായവും SSLC +2 പരീക്ഷയിൽ മികച്ച വിജയം നേടിയവരെ പുരസ്കാരം നൽകി ആദരിച്ചു. NGO അസോസിയേഷൻ ചേർപ്പ് ബ്രാഞ്ച് 49ാമത് ബ്രാഞ്ച് സമ്മേളനം സംഘടിപ്പിച്ചു. NGO ജില്ലാ പ്രസിഡന്റ് ഡെയ്സൺ MO സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിലെ ബസ് ജീവനക്കാരന്റെ അതിക്രമം. സ്കൂൾ വിദ്യാർത്ഥിനിയെ ബസ്സിൽ വെച്ച് ചുംബിച്ചു. സഹോദരനും സുഹൃത്തുക്കളും പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. വെള്ളിയാഴ്ച രാവിലെ 7 മണിയോടെ ഇരിങ്ങാലക്കുട ബസ് സ്റ്റാൻഡിൽ വെച്ചാണ് സംഭവം. റൂട്ടിൽ സർവീസ് നടത്തുന്ന ശാസ്ത എന്ന ബസ്സിലെ കണ്ടക്ടർ പെരുമ്പിളിശ്ശേരി സ്വദേശി ചൂരലോനിക്കൽ വീട്ടിൽ 37 വയസ്സുള്ള സാജൻ എന്നയാളാണ് വിദ്യാർത്ഥിനിയെ ചുംബിച്ചതായി പറയുന്നത്. ഹയർ സെക്കൻഡറിക്ക് പഠിക്കുന്ന വിദ്യാർത്ഥിനിയെ ഇയാൾ നിരന്തരം ശല്യം ചെയ്തിരുന്നതായും വെള്ളിയാഴ്ച രാവിലെ ബസ് സ്റ്റാൻഡിൽ നിന്നും സ്കൂളിലേക്ക് പോകുന്ന വഴി ഇയാൾ ബലമായി കുട്ടിയെ ചുംബിച്ചതായും പിന്നീട് സ്കൂളിലെത്തിയ കുട്ടി കരച്ചിലായതോടെ വീട്ടിൽ വിളിച്ചു പറയുകയായിരുന്നു. വൈകിട്ട് 5:30 മണിയോടെ കൊടുങ്ങല്ലൂരിൽ നിന്നും വരികയായിരുന്ന ബസ്സിൽ പെൺകുട്ടിയുടെ സഹോദരനും സുഹൃത്തുക്കളും കയറുകയും ടാണാവിൽ മറ്റ് യാത്രക്കാരെ ഇറക്കിയതിനു ശേഷം ബസ് പോലീസ് സ്റ്റേഷനിലേക്ക് എടുപ്പിക്കുകയും ഇയാളെ പോലീസിൽ ഏൽപ്പിക്കുകയും ചെയ്തു. ഇന്ന് രാവിലെ സ്കൂളിൽ പോകുന്ന ടൈമിലാണ് ശാസ്ത്രത്തെ കണ്ടക്ടർ എന്നും പൂ കൊടുക്കാറുണ്ടെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു വീട്ടിൽ വന്നിട്ട്. അപ്പോൾ പൂ വാങ്ങിയിട്ടില്ലെങ്കിൽ മടിയിലിട്ട് കൊടുക്കുക, അങ്ങനെയൊക്കെയാണ് ചെയ്യണം. അതുമല്ല പിന്നെ ഇവൻ ഈ ബസ്സിൽ കയറി പങ്ങളതിന് പൈസയും വാങ്ങില്ല, അങ്ങനത്തെ ഒരു സ്കീം ഉണ്ടായിരുന്നു. പിന്നെ ഇവൻ്റെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് രാവിലെ തങ്ങൾ ബസ്സിൽ കയറിയപ്പോൾ പൂ കൊടുത്തു. ബസ്സിലാണെച്ചാൽ ആരും ഉണ്ടായിരുന്നില്ല തങ്ങൾ പറഞ്ഞു. അവള് ഒന്നും വെച്ചെന്ന് പറഞ്ഞു. ഒന്നും വെച്ച് അവള് ഒന്നും പ്രതികരിക്കാണ്ട് സ്കൂളിൽ വന്നിട്ട് കരഞ്ഞ് വിളിക്കുക ചെയ്ത് അമ്മേനെ വിളിച്ചു, അമ്മ എന്നെ വിളിച്ചു. അങ്ങനെ വിളിച്ചപ്പോൾ എൻ്റെ കൂട്ടുകാരന്മാരായ എല്ലാവരും ഞാൻ വിളിച്ച് സ്കൂളിൻ്റെ അവിടെ നിൽക്കാൻ പറഞ്ഞു. സ്കൂളിൻ്റെ അവിടെ നിൽക്കാൻ പറഞ്ഞപ്പോൾ പിള്ളേരുകൾ വന്ന് നിന്നു. അങ്ങനെ ഒരു 5:45 അവനെ പിടിച്ചിട്ട് സ്റ്റേഷനിലേക്ക് എത്തിക്കുന്നു. ഇപ്പോൾ വേറെ പെൺപിള്ളേർക്ക് ഇനി വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇതേപോലെ ചെയ്യുന്നത്. ഇപ്പോൾ എല്ലാ പെങ്ങന്മാരും നമുക്ക് ഒരേപോലെ. വല്ലച്ചിറ ചാത്തക്കുടം മനവഴി ഭാഗത്ത് പഞ്ചായത്ത് റോഡിൽ വൻതോതിൽ പ്ലാസ്റ്റിക് കവറുകളും പഴകിയ പലഹാരങ്ങളും വലിച്ചെറിഞ്ഞവരെ വല്ലച്ചിറ പഞ്ചായത്തിന്റെ ആരോഗ്യ വിഭാഗം പിടികൂടി. ഇവ വലിച്ചെറിഞ്ഞ രത്നാസ് ഫുഡ് പ്രോഡക്ട്സ് ഉടമസ്ഥരിൽ നിന്നും 10,000 രൂപ പിഴ ഈടാക്കി. വല്ലച്ചിറ കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ അരുൺകുമാർ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ സുനിൽകുമാർ AR, ആരോമൽ രാജ് VS എന്നിവർ നടത്തിയ അന്വേഷണത്തിലാണ് മാലിന്യം വലിച്ചെറിഞ്ഞവരെ പിടികൂടിയത്. മാലിന്യം ശാസ്ത്രീയമായി സംസ്കരിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കുകയും പഞ്ചായത്ത് രാജ് നിയമ നടപടികളുടെ ഭാഗമായി പിഴ ഈടാക്കിയെന്നും ഹെൽത്ത് ഇൻസ്പെക്ടർ പറഞ്ഞു. ഇതോടെ ഒരാഴ്ചക്കിടെ മാലിന്യം വലിച്ചെറിഞ്ഞ 4 സംഭവങ്ങൾ വല്ലച്ചിറയുടെ ആരോഗ്യവകുപ്പ് ടീം പിടികൂടി. പിഴ ചുമത്തി ജൂലൈ 23-ന് 18 കടകളിൽ പരിശോധന നടത്തുകയും 2 കടകളിൽ മാലിന്യം അശാസ്ത്രീയമായി സംസ്കരിച്ചതിന് 10,000 രൂപ പിഴ ഈടാക്കി. ജൂലൈ 24-ന് ആറാട്ടുപുഴ കുക്കിരിപ്പള്ളത്ത് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ കാലാവധി കഴിഞ്ഞ 30 ചാക്ക് മരുന്ന് തള്ളിവരെ പിടികൂടി പിഴ ചുമത്തിയിരുന്നു.
ചേനം തരിശിപ്പടവിലെ 2023-24 വർഷത്തെ വാർഷിക പൊതുയോഗം നടന്നു. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജിഷ കള്ളിയത്ത് ഉദ്ഘാടനം ചെയ്തു. പടവ് കമ്മിറ്റി പ്രസിഡന്റ് ബിജു പണിക്കശ്ശേരി അധ്യക്ഷത വഹിച്ചു. വാർഷിക പൊതുയോഗത്തിൽ ആവശ്യത അനുഭവിക്കുന്ന കർഷകന് ചികിത്സാ ധനസഹായവും പടവിലെ കർഷകരുടെ മക്കൾ SSLC +2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയവരെ പുരസ്കാരം നൽകി ആദരിച്ചു. കൃഷി ഓഫീസർ നിവേദിത, പടവ് ജോയിന്റ് സെക്രട്ടറി VA രഞ്ജിത്ത്, പടവ് സെക്രട്ടറി TK രാജു എന്നിവർ സംസാരിച്ചു. പദ്ധതിയിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ ഒരു പരിധി വരെ നമുക്ക് ജനങ്ങളുടെ കൂടെ നിൽക്കണം. അതുപോലെ തന്നെ നമുക്ക് കർഷകരെയും സഹായിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. ഒരാളെ ദ്രോഹിക്കുന്ന നടപടി സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കില്ല. അപ്പം അതിൻ്റെതായ പ്രശ്നങ്ങൾ, നമുക്ക് വെള്ളം കയറുന്ന, സ്ഥിരമായിട്ട് വെള്ളം കയറുന്ന പ്രശ്നങ്ങൾ, അതൊക്കെ മാറ്റം വരുന്ന രീതിയിലേക്ക് നമ്മുടെ സ്ലൂയിസുകളിലൊക്കെ ഷട്ടർ സംവിധാനത്തോടു കൂടിയൊക്കെ മാറാനുള്ള ഒരു സാഹചര്യങ്ങൾ, അതിനുവേണ്ടി നമുക്ക് നിരന്തരമായ ഇടപെടലുകൾ കർഷകരുടെ ഭാഗത്തു നിന്നും പടവുകളുടെ ഭാഗത്തു നിന്നും ജില്ലാ കർഷകരുടെ ഭാഗത്തു നിന്നെല്ലാം നടക്കുന്നുണ്ടെങ്കിൽ കൂടി ചിലയിടങ്ങളിലേക്ക് അല്ലെങ്കിൽ ഓരോ പടവിലത്തെയും ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് മാത്രമായി പോവാതെ സ്ഥിരമായി മേഖലയുടെ പ്രശ്നം പരിഹരിച്ചുകൊണ്ട് പോകുന്നതിന് വേണ്ടി ഘട്ടം ഘട്ടമായിട്ടായാലും സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്നതിന് മുന്നോട്ട് വരേണ്ട ഒരു സാഹചര്യമുണ്ട്. എന്നിരുന്നാലും നമ്മൾ വെള്ളമില്ലെന്ന ഒരു കാരണം പറഞ്ഞിട്ട് നമുക്ക് അന്ന് മോട്ടോർ നിർത്തി വെക്കണം എന്നൊരു അവസ്ഥ ഉണ്ടായെങ്കിലും നമ്മൾ അതിനൊക്കെ അതിജീവിച്ച് എന്തായാലും എല്ലാ മറ്റുള്ള പാർശ്വത്തിനെ അപേക്ഷിച്ച് നമ്മൾ നല്ല രീതിയിൽ അന്ന് നമുക്ക് വെള്ളം നടത്താനായിട്ട് നമുക്ക് സാധിച്ചു. എല്ലാവർക്കും ഇപ്പോൾ 2 മേഖലകളായിട്ട് നമ്മൾ തിരിച്ച് പടിഞ്ഞാറ് മേഖലയും കിഴക്കൻ മേഖലയും തിരിച്ച് കറക്റ്റ് ഒരു 13 ദിവസത്തിനുള്ളിൽ നമ്മുടെ വെത നമുക്ക് അവസാനിപ്പിക്കാൻ സാധിച്ചു. അതിൽ കർഷകരെല്ലാവരും നല്ല രീതിയിൽ സഹകരിച്ചു. കർഷക തൊഴിലാളികൾ ഒരുമിച്ച് 13 ദിവസം നമ്മുടെ ഈ 500 ഏക്കർ കൂടുതൽ വരുന്ന പാടശേഖരം 13 ഏക്കറിൽ വെത നടത്താനുള്ള ഒരു സംവിധാനം കൃഷിക്കാരും കൂടി സഹകരിച്ചാൽ അത് നല്ല രീതിയിൽ അതിനെ നമുക്ക് നടത്താൻ പറ്റി. അതുപോലെ തന്നെ നമ്മൾ ആ കളനാശിനിയുടെ പ്രയോഗം എല്ലാവരും ഒരുപോലെ നമുക്ക് ഡേറ്റ് പ്രകാരം നമുക്ക് നടത്താൻ പറ്റിയതുകൊണ്ട് നല്ല രീതിയിൽ പുല്ലും കാര്യങ്ങളും നല്ല നെല്ലെന്ന് പറഞ്ഞാൽ സൂപ്പർ നെല്ലായിരുന്നു. NGO അസോസിയേഷൻ ചേർപ്പ് ബ്രാഞ്ച് 49ാമത് ബ്രാഞ്ച് സമ്മേളനം സംഘടിപ്പിച്ചു. NGO ജില്ലാ പ്രസിഡന്റ് ഡെയ്സൺ MO സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ബ്രാഞ്ച് പ്രസിഡന്റ് ജോബി TJ ചടങ്ങുകൾക്ക് അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി സന്തോഷ് തോമസ്, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ KV സനൽകുമാർ, TG രജിത്ത്, TP ഹനീഷ് കുമാർ, സംസ്ഥാന കമ്മിറ്റി അംഗം PG സുരേന്ദ്രൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് IV സെബാസ്റ്റ്യൻ, ബ്രാഞ്ച് സെക്രട്ടറി രാഹുൽ V, ട്രഷറർ നിഖിൽ ദാസ് എന്നിവർ സംസാരിച്ചു. ഇനി മെഡിസെപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓരോരുത്തരും നിങ്ങളൊക്കെ ആശുപത്രികളിലേക്ക് പോയിട്ടുണ്ടാകും. ആ ആശുപത്രികളിൽ ചെല്ലുമ്പോൾ അവർ പറയുന്ന കാര്യം എന്താണ്? ഇപ്പൊ തൃശ്ശൂർ ജില്ലയിലെ എല്ലാവരും ഓടിച്ചെല്ലുന്നത് അമല ആശുപത്രിക്കായിരുന്നു മെഡിസെപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട്. NGO അസോസിയേഷന്റെ തന്നെ ഒരു ബ്രാഞ്ച് ഭാരവാഹി, ആ ബ്രാഞ്ച് പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ ഭവനത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് വീണപ്പോൾ, ഈ പാലക്കൽ ഭാഗത്താണ് അദ്ദേഹം താമസിക്കുന്നത്, ആ താഴേക്ക് വീണപ്പോൾ വീട്ടുകാരെല്ലാവരും കൊണ്ട് അദ്ദേഹത്തെ പോയത് അമല മെഡിക്കൽ ആശുപത്രിയിലേക്ക്. തൃശ്ശൂർ ജൂബിലി മിഷൻ എന്ന് പറയുന്ന വലിയ ആശുപത്രിയുടെ മെഡിക്കൽ കോളേജ് ഉണ്ട്, അത് കടന്നു പോയത് മെഡിസെപ്പ് ഉണ്ടല്ലോ എന്നുള്ള ഒരൊറ്റ കാരണത്താലാണ് അങ്ങോട്ട് പോയത്. അദ്ദേഹത്തെ അവിടെ ചെന്ന് അഡ്മിറ്റ് ചെയ്തപ്പോൾ തന്നെ മെഡിസെപ്പിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അധികാരികൾ പറഞ്ഞത് 60% അടയ്ക്കുവാൻ നിങ്ങൾ തയ്യാറായിക്കൊള്ളൂ, ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ പൈസ തരാം. ലക്ഷക്കണക്കിന് രൂപയുടെ ബില്ലാണ് അദ്ദേഹത്തിന് വന്നത്. പക്ഷേ അദ്ദേഹത്തിന് വെറും 50,000 രൂപ മാത്രമാണ് അവിടെ നിന്ന് ലഭിക്കാൻ കഴിഞ്ഞത്. അദ്ദേഹം കേസുമായി ബന്ധപ്പെട്ട നടപടികളുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. വല്ലച്ചിറ നായനാർ സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ നാട്ടിലെ പാട്ടുകാർ പരിപാടി സംഘടിപ്പിച്ചു. പുതുക്കാട് MLA KK രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വല്ലച്ചിറയിലെ 30 ഗായകരെ ഉൾപ്പെടുത്തി വയലാർ, P ഭാസ്കരൻ, ONV, ശ്രീകുമാരൻ തമ്പി, മുല്ലനേഴി എന്നിവരുടെ ഗാനങ്ങളെ കോർത്തിണക്കി ചലച്ചിത്ര ഗാനാലാപനം സംഘടിപ്പിച്ചു. സാംസ്കാരിക വേദി പ്രസിഡന്റ് രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. PR വർഗീസ്, P ചന്ദ്രൻ, NT ശങ്കരൻ, OS സുബീഷ്, N മനോജ്, NT സജീവൻ,
സെബി പിടിയത്ത് എന്നിവർ സംസാരിച്ചു. CA പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിച്ച ബിജിത KV, അനീഷ് ബാബു എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ അവണിശ്ശേരി യൂണിറ്റ് കൺവെൻഷൻ നടന്നു. കൺവെൻഷൻ ജില്ലാ കമ്മിറ്റി അംഗം MR കാളിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് AK കുമാരൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി VN വിജയഗോപാലൻ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് K ശശീന്ദ്രൻ, MR രുക്മണി, യൂണിറ്റ് സെക്രട്ടറി പ്രകാശൻ, മാലിനി എന്നിവർ സംസാരിച്ചു. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NSS യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ കാർഗിൽ വിജയ് ദിവസ് ആഘോഷിച്ചു. പ്രിൻസിപ്പൽ അനീജ NC പരിപാടി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ഈ വർഷത്തെ കോളേജ് NSS യൂണിറ്റിന്റെ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും പ്രിൻസിപ്പാൾ നിർവഹിച്ചു. കാർഗിൽ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച വീരജവാന്മാർക്ക് യുദ്ധസ്മാരക ഫോട്ടോയ്ക്ക് മുൻപിൽ വിദ്യാർത്ഥികളും അധ്യാപകരും മെഴുകുതിരി കത്തിച്ച് അനുസ്മരണം നടത്തി. അധ്യാപകൻ V ശശീന്ദ്രൻ, സുഷമ, NSS കോർഡിനേറ്റർ കണ്ണൻ രവീന്ദ്രൻ, അധ്യാപകരായ ഗോമതി, ദീപ, സജിത, അപർണ, ശ്രുതി, ശീതൾ എന്നിവർ സംസാരിച്ചു. വലപ്പാട് മണപ്പുറം കോംടെക് ആൻഡ് കൺസൾട്ടൻസി ലിമിറ്റഡിൽ നിന്നും 20 കോടിയുമായി മുങ്ങിയ പ്രതി ധന്യ മോഹൻ കീഴടങ്ങി. കൊല്ലം സ്വദേശിനി ധന്യ മോഹൻ കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലാണ് കീഴടങ്ങിയത്. കീഴടങ്ങിയ പ്രതിയെ സ്റ്റേഷനിൽ നിന്ന് മെഡിക്കൽ പരിശോധനയ്ക്ക് കൊണ്ടുപോയി. മണപ്പുറം കോംടെക് ആൻഡ് കൺസൾട്ടൻസി ലിമിറ്റഡിന്റെ അസിസ്റ്റന്റ് ജനറൽ മാനേജറായിരുന്നു ധന്യ മോഹൻ. റമ്മി കളിക്കുന്നതിനും ആഡംബര ജീവിതം നയിക്കുന്നതിനുമായിരുന്നു ധന്യ തട്ടിപ്പ് നടത്തിയെന്നാണ് പോലീസ് പറയുന്നത്. 20 കൊല്ലത്തെ വിശ്വാസം മുതലെടുത്താണ് അസിസ്റ്റന്റ് ജനറൽ മാനേജർ ധന്യ മോഹൻ 19.94 കോടി രൂപ തട്ടിയെടുത്തെന്നാണ് പോലീസിന്റെ പ്രാഥമിക കണ്ടെത്തൽ. മണപ്പുറം കോംടെക് ആൻഡ് കൺസൾട്ടൻസി ലിമിറ്റഡിന്റെ സിസ്റ്റം നിയന്ത്രണം മുഴുവൻ ധന്യ മോഹന്റെ കയ്യിലായിരുന്നു. ധന്യയുടെയും മറ്റ് 4 കുടുംബാംഗങ്ങളുടെയും അക്കൗണ്ടിലേക്ക് 5 കൊല്ലത്തിനിടെ 8000 ഇടപാടുകളിലൂടെയാണ് പണം ഒഴുകിയത്. കയ്യിലെത്തിയ പണം ഉപയോഗിച്ചത് ആഡംബരത്തിനും ധൂർത്തിനുമാണ്. വലപ്പാട് സ്ഥലം വാങ്ങി വീട് വെച്ചിരുന്നു. കാർ പാർക്ക് ചെയ്യാനും മറ്റും 5 സെന്റ് സ്ഥലം കൂടി ഈ അടുത്ത് വാങ്ങിയതായി കണ്ടെത്തിയിട്ടുണ്ട്. ആഡംബര വാഹനമടക്കം 3 വാഹനങ്ങളാണ് ഇവർക്കുള്ളത്. ഓൺലൈൻ റമ്മിയിൽ നടത്തിയ 2 കോടിയുടെ ഇടപാടിന് ആദായ നികുതി വകുപ്പ് കണക്ക് ചോദിച്ചെത്തിയെങ്കിലും മറുപടി നൽകിയില്ല. ഇത് കമ്പനിയിൽ അറിഞ്ഞതോടെയാണ് കള്ളികൾ ഓരോന്നായി പുറത്തായത്. കുടുംബാംഗങ്ങൾക്കൊപ്പം ഒളിവിൽ പോയ ധന്യയ്ക്കായി പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയിരുന്നു. തട്ടിപ്പ് പണം ഉപയോഗിച്ച് ധന്യ വാങ്ങിയ വലപ്പാടുൾപ്പെടെയുള്ള സ്വത്തുക്കൾ കണ്ടുകെട്ടാനും നടപടി തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ചൊവ്വാഴ്ച കമ്പനിയുടെ ആപ്ലിക്കേഷൻ ഹെഡ് സുശീൽ പരാതി പോലീസിന് നൽകിയതിന് പിന്നാലെ ധന്യ വീട് പൂട്ടി കടന്നുകളയുകയായിരുന്നു. വലപ്പാട് പോലീസ് പൂട്ട് തകർത്ത് പരിശോധന നടത്തിയിരുന്നു. കുടുംബാംഗങ്ങളുടെ അറിവോടെ നടത്തിയ ആസൂത്രിത തട്ടിപ്പെന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം. അതിനിടെയാണ് ധന്യ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങുന്നത്. പാലപ്പിള്ളി വലിയ കുളത്ത് പുലിയിറങ്ങി പശുവിനെ കൊന്നു. തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന പാടികൾക്ക് സമീപമാണ് പുലിയിറങ്ങിയത്. ടാപ്പിങ്ങിന് പോയ തൊഴിലാളികളാണ് തോട്ടത്തിൽ പശുവിനെ ചത്ത നിലയിൽ കണ്ടത്. പശുവിന്റെ ശരീരഭാഗങ്ങൾ പുലി ഭക്ഷിച്ച നിലയിലാണ്. മുൻപും പ്രദേശത്ത് പുലിയിറങ്ങി പശുക്കളെ കൊന്നിരുന്നു. ജനവാസ മേഖലയിൽ പുലിയിറങ്ങിയതോടെ നാട്ടുകാർ ഭീതിയിലാണ്. 2 മാസം മുൻപ് കുണ്ടായി ചൊക്കന റോഡിൽ കാർ യാത്രക്കാർ പുലിയെ കണ്ടിരുന്നു. പാലപ്പള്ളി പ്രദേശങ്ങളിൽ പുലി ഇറങ്ങുന്നത് പതിവായിട്ടും പുലിയെ പിടികൂടുന്നതിനുള്ള കൂട് സ്ഥാപിക്കാൻ അധികൃതർ ഇതുവരെ തയ്യാറായിട്ടില്ല. നാട്ടുകാരുടെ നിരന്തരമായ പരാതിയെ തുടർന്ന് റബ്ബർ എസ്റ്റേറ്റുകളിൽ പുലിയെ കണ്ടെത്താൻ ക്യാമറകൾ സ്ഥാപിച്ചത് മാത്രമാണ് അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടായ ഏക നടപടി. കാട്ടാന ശല്യത്താൽ പൊറുതിമുട്ടിയിരിക്കുന്ന സാഹചര്യത്തിൽ പുലിയും എത്തിയതോടെ പ്രദേശവാസികൾ ഭീതിയിലാണ്. വനപാലകർ ഇടപെട്ട പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. താന്യം ഗ്രാമപഞ്ചായത്ത് 5-ാം വാർഡിൽ മാലിന്യമുക്ത കേരളം വാർഡ് തല ശില്പശാല നടന്നു. താന്യം കൃഷിഭവനിൽ നടന്ന പരിപാടി വാർഡ് മെമ്പർ ആൻഡോ തൊറയൻ അധ്യക്ഷത വഹിച്ചു. വാർഡ് സാനിറ്റേഷൻ കമ്മിറ്റി കൺവീനർ സിലാരി PT, CDS മെമ്പർ സുഭദ്ര രവി, MLSP ഹസീന PY,
ADS പ്രസിഡന്റ് വിജയ് പ്രകാശൻ, അങ്കണവാടി ടീച്ചർമാരായ സതിരംഗൻ, അഞ്ജു KB, ആശാ വർക്കർ സുശീല രാജൻ, ക്ലബ്ബ് പ്രതിനിധി പ്രവീൺ കാട്ടുങ്ങൽ എന്നിവർ സംസാരിച്ചു. വാർഡിലെ മുതിർന്ന അംഗവും വിമുക്ത ഭടനുമായ മുകുന്ദൻ വേളുക്കരയെ കാർഗിൽ വിജയത്തിന്റെ 25ാം വാർഷിക ദിനാചരണത്തിന്റെ ഭാഗമായി ചടങ്ങിൽ പൊന്നാട ചാർത്തി അനുമോദിച്ചു. ഒറ്റയ്ക്ക് താമസിക്കുന്ന 60 കഴിഞ്ഞ വയോധിക പട്ടിണി കിടക്കുകയാണെന്ന് വാർത്തകൾ പറഞ്ഞതോടെ അവർക്ക് സംരക്ഷണം നൽകാനെത്തിയ ജനപ്രതിനിധികൾക്കും ഉദ്യോഗസ്ഥർക്കും മുൻപിൽ അഴിഞ്ഞു വീണത് ആരോ പടച്ചുവിട്ട നുണക്കഥയുടെ ചീട്ടുകൊട്ടാരം. അരിമ്പൂർ കൈപ്പള്ളി സ്വദേശി ശാരദയെ അഗതി മന്ദിരത്തിലാക്കാൻ എത്തിയ പഞ്ചായത്ത് അധികാരികൾക്കും സാമൂഹ്യനീതി വകുപ്പ് ഉദ്യോഗസ്ഥർ, പോലീസ് എന്നിവർക്ക് മുന്നിൽ തനിക്ക് ദുരിതങ്ങളില്ലെന്ന് ശാരദ ആവർത്തിച്ചതോടെ അധികാരികൾക്കും സമാധാനം. പുറം ജോലികൾക്ക് പോയും അവിവാഹിതർക്കുള്ള പെൻഷനും ലഭിച്ച് ജീവിക്കുന്ന ശാരദയാണ് വ്യാജ പ്രചാരണങ്ങളിൽ കുടുങ്ങിയത്. അരിമ്പൂർ പഞ്ചായത്തിലെ കൈപ്പള്ളി 15ാം വാർഡിലെ താമസക്കാരിയാണ് ചേമ്പോത്ത് വീട്ടിൽ ശാരദ എന്ന അവിവാഹിതയായ 64കാരി. ടർപ്പായ വലിച്ചു കിട്ടിയ കുഞ്ഞു കൂരയ്ക്ക് കീഴിൽ ഒറ്റയ്ക്കാണ് താമസം. ഏതാനും ആഴ്ച മുൻപ് ശാരദയ്ക്ക് കഴിക്കാൻ ഭക്ഷണമില്ലെന്നും 10 രൂപയുടെ ബിസ്ക്കറ്റ് കഴിച്ചാണ് ജീവൻ നിലനിർത്തുന്നതെന്നും വാർത്തകൾ പ്രചരിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇവരെ അഗതി മന്ദിരത്തിലേക്ക് മാറ്റിപ്പാർപ്പിക്കാനായി അരിമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത ജയകുമാർ, വൈസ് പ്രസിഡന്റ് CG സജീഷ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഹരിദാസ് ബാബു, വാർഡംഗങ്ങളായ ജില്ലി വിൽസൺ, CP പോൾ, സാമൂഹ്യനീതി വകുപ്പ് കൗൺസിലർ മാല രമണൻ, അന്തിക്കാട് പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള സിവിൽ പോലീസ് ഓഫീസർ തുടങ്ങിയവർ ചേർന്ന് വീട്ടിലെത്തി. എന്നാൽ തനിക്ക് ഭക്ഷണത്തിന് ബുദ്ധിമുട്ടില്ലെന്ന് ശാരദ ഉദ്യോഗസ്ഥർക്ക് മറുപടി നൽകി. ശോചനീയാവസ്ഥയിലുള്ള വീട് കഴിഞ്ഞയാഴ്ച പണം മുടക്കി താനാണ് അറ്റകുറ്റപ്പണികൾ ചെയ്യിച്ചതെന്നും ശാരദ പറഞ്ഞു. അവിവാഹിതർക്കുള്ള പെൻഷനും തൊഴിലുറപ്പ്, വീട്ടുജോലി, മറ്റു പുറംപണി ജോലികൾക്ക് പോയി ജീവിക്കാൻ വേണ്ട സാഹചര്യമുള്ള തനിക്ക് അഗതി മന്ദിരത്തിലേക്ക് പോകാൻ താല്പര്യമില്ലെന്ന് ശാരദ പറഞ്ഞതോടെ എല്ലാവരും നിശബ്ദരായി. നിജസ്ഥിതികൾ അന്വേഷിക്കാതെ പ്രചരിപ്പിക്കുന്ന നുണക്കഥയുടെ ഇരയാവുകയായിരുന്നു ശാരദയെന്ന് അരിമ്പൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CG സജീഷ് പറഞ്ഞു. പഞ്ചായത്തിലെ അതിദരിദ്രരെ കണ്ടെത്താൻ ലിസ്റ്റ് തയ്യാറാക്കുന്ന സമയം ശാരദ വാടകയ്ക്കെടുത്ത വീട്ടിലായിരുന്നു താമസം. അതിനാൽ ലിസ്റ്റിൽ ഉൾപ്പെട്ടില്ല. ലൈഫ് പദ്ധതിയുടെ സമയത്ത് ശാരദയുടെ പേര് സഹോദരന്റെ റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ളതിനാലും അവർക്ക് സ്വന്തം വീടുള്ളതിനാലും അർഹത നഷ്ടപ്പെട്ടതിനാൽ ആ പദ്ധതിയിലും ഉൾപ്പെടുത്താനായില്ലെന്ന് വൈസ് പ്രസിഡന്റ് പറഞ്ഞു. വാസ്തവവിരുദ്ധമായിട്ടുള്ള വാർത്തകൾ ഇവിടെ പ്രചരിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് അരിമ്പൂർ പഞ്ചായത്ത് ഈ വിഷയത്തിൽ ഇടപെട്ടത്. ഈ വിഷയത്തിൽ ഇടപെട്ട് എല്ലാ അധികാരികളുമായിട്ടാണ് അരിമ്പൂർ ഗ്രാമപഞ്ചായത്ത് അവിടെ ചെന്നത്. എന്നാൽ അങ്ങനെയുള്ളൊരു അവസ്ഥയല്ല ഞങ്ങൾക്ക് അവിടെ കണ്ടത്. അവർ ദിനവും ജോലിക്ക് പോകാനുള്ള വീട്ടുപണിക്കടക്കം പോകുന്ന സ്ത്രീയാണെന്നും അതുപോലെ തന്നെ തൊഴിലുറപ്പ് തൊഴിലാളിയാണെന്നാണ് അവർ ഞങ്ങളോട് പറഞ്ഞത്. അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള പ്രാപ്തി അവർക്ക് ശാരീരികമായിട്ട് മറ്റ് ബുദ്ധിമുട്ടുകൾ ഇല്ലാത്തതിനാലും അഗതി മന്ദിരത്തിലേക്ക് കൊണ്ടുപോകാൻ ഞങ്ങൾ തയ്യാറായെങ്കിലും അവർ വരാൻ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. ആശ്രയ പദ്ധതിയിൽ അതുപോലെ തന്നെ അതിദാരിദ്ര്യ പദ്ധതിയിൽ ഉൾപ്പെടുത്തുന്ന സമയത്ത് അതിദാരിദ്ര്യ പദ്ധതിയിൽ ഉൾപ്പെടാൻ വാടക വീട്ടിൽ കഴിയുന്നവർക്ക് കഴിയുമായിരുന്നില്ല. ആ സമയത്ത് ഈ അമ്മ വാടക വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. അതുപോലെ തന്നെ ലൈഫ് പദ്ധതിയുടെ സമയത്ത് അമ്മയുടെ പേര് അമ്മയുടെ ആംഗ്ലയുടെ റേഷൻ കാർഡിലുണ്ട്, അവർക്ക് വീടുണ്ട്. അത് കാരണം കൊണ്ട് അവരെ ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ കഴിയാതിരുന്നത്. അപ്പോൾ അത്യാവശ്യം മോശമല്ലാത്ത സ്ഥിതിയിലാണ് ഇപ്പോൾ ജീവിക്കുന്നതെന്ന് ആ അമ്മ ഞങ്ങളോട് നേരിട്ട് പറയുകയും ചെയ്തത്. അവാസ്തവമായിട്ടുള്ള വാർത്തകൾ സമൂഹത്തിൽ കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അവരെ ഇങ്ങനെ അഗതി മന്ദിരത്തിലേക്ക് വരെ കൊണ്ടുപോകാൻ തയ്യാറെടുക്കേണ്ടി വരുന്നത്. ഇത് തന്നെയാണ് ഇങ്ങനെയുള്ള വാർത്തകൾ, അസത്യമായിട്ടുള്ള വാർത്തകൾ പ്രചരിക്കുമ്പോഴുള്ള സമൂഹത്തിൻ്റെ പ്രശ്നമായിട്ട് മാറുന്നത്. ശാരദയുടെ അവസ്ഥ നേരിട്ട് കണ്ട് വെളുത്തൂർ വില്ലേജ് ഓഫീസർ RDOക്ക് നൽകിയ റിപ്പോർട്ട് പ്രകാരം ശാരദയ്ക്ക് ആകെയുള്ള 4 സെന്റ് സ്ഥലത്തിൽ 3 സെന്റ് സ്ഥലവും 1 സെന്റ് മിച്ചഭൂമിയുമാണ്. ഇതിൽ ശാരദ താമസിക്കുന്നത് മിച്ചഭൂമിയിലാണ്. ഇതിന് ആധാരമില്ല. ആധാരമുണ്ടായിരുന്ന ശാരദയുടെ 3 സെന്റ് സ്ഥലം അടുത്ത ബന്ധുവിന് പലപ്പോഴായി പണം കൈപ്പറ്റി എഴുതി നൽകിയതായും റിപ്പോർട്ടിൽ പറയുന്നു. അയൽ വീടുകളിൽ താമസിക്കുന്ന ശാരദയുടെ ബന്ധുക്കളെ വിളിച്ച് കാര്യങ്ങൾ തിരക്കിയ ശേഷമാണ് ഉദ്യോഗസ്ഥർ മടങ്ങിയത്. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ബഡ് സ്കൂളിന് പുതിയ വാഹനം വാങ്ങുന്നതിന് നാട്ടിക MLA CC മുകുന്ദന്റെ പ്രത്യേക വികസന ഫണ്ടിൽ നിന്നും 15 ലക്ഷം രൂപ അനുവദിച്ചു. ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്ന 40ഓളം കുട്ടികളാണ് ബഡ് സ്കൂളിൽ പഠിക്കുന്നത്.
ചേർപ്പ് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നിന്നും എട്ടുമനയിലേക്കുള്ള 2 വീലർ യാത്രയ്ക്കിടെ 6ാം ക്ലാസ് വിദ്യാർത്ഥിനിയുടെ ബാഗ് നഷ്ടപ്പെട്ടു. കണ്ടുകിട്ടുന്നവർ ദയവായി 7034870330 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 6325 രൂപ, പവന് 50,600 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിലെ ബസ് ജീവനക്കാരന്റെ അതിക്രമം. സ്കൂൾ വിദ്യാർത്ഥിനിയെ ബസ്സിൽ വെച്ച് ചുംബിച്ചു. ഇരിങ്ങാലക്കുട ബസ് സ്റ്റാൻഡിൽ വെച്ചാണ് സംഭവം. വല്ലച്ചിറ ചാത്തക്കുടം മനവഴി ഭാഗത്ത് പഞ്ചായത്ത് റോഡിൽ വൻതോതിൽ പ്ലാസ്റ്റിക് കവറുകളും പഴകിയ പലഹാരങ്ങളും വലിച്ചെറിഞ്ഞവരെ വല്ലച്ചിറ പഞ്ചായത്തിന്റെ ആരോഗ്യ വിഭാഗം പിടികൂടി. ചേനം തരിശുപടവിലെ 2023-24 വർഷത്തെ വാർഷിക പൊതുയോഗം നടന്നു. പൊതുയോഗത്തിൽ ചികിത്സാ ധനസഹായവും SSLC +2 പരീക്ഷയിൽ മികച്ച വിജയം നേടിയവരെ പുരസ്കാരം നൽകി ആദരിച്ചു. NGO അസോസിയേഷൻ ചേർപ്പ് ബ്രാഞ്ച് 49ാമത് ബ്രാഞ്ച് സമ്മേളനം സംഘടിപ്പിച്ചു. NGO ജില്ലാ പ്രസിഡന്റ് ഡെയ്സൺ MO സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.